ഡൽഹി സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ കൊലപാതകത്തിൽ പ്രതികൾ പിടിയിൽ. പശ്ചിമബംഗാളിൽ നിന്നുള്ള ദമ്പതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടത്തിയത് സ്വത്ത് കൈക്കലാക്കാനാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട പ്രൊഫസർക്ക് പശ്ചിമബംഗാളിൽ കുടുംബസ്വത്തായി കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഇത് സ്വന്തപ്പെടുത്താനാണ് അകന്ന ബന്ധുക്കളായ ദമ്പതികൾ ഡൽഹിയിലെത്തി കൊലപാതകം നടത്തി. ഡൽഹി സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദേവോസ്മിത പോളിന്റെ കൊലപാതകത്തിൽ ഫ്ളാറ്റിലെയും പ്രദേശത്തെയും CCTV-കൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിക്കുന്നത്. കൊലപാതകം നടന്ന് 4-ാം നാൾ പ്രതികൾ പോലീസിന്റെ പിടിയിലായി. ബർദമാനിൽ നിന്നാണ് ദമ്പതികളെയും അവരുടെ പ്രായപൂർത്തിയാകാത്ത മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അന്വേഷണത്തിൽ കൊലപാതകത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. ബംഗാളിൽ ദേവോസ്മിതയ്ക്ക് അമ്മയുടെ പിതാവിൽ നിന്ന് ലഭിച്ച കോടികൾ വിലമതിക്കുന്ന വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു പിടിയിലായ ദമ്പതികൾ. ഈ സ്വത്ത് കൈക്കലാക്കാൻ ഇവർ ശ്രമിച്ചിരുന്നെങ്കിലും വീടൊഴിയണമെന്ന് ദേവോസ്മിത കർശനമായി ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് സ്വത്ത് സ്വന്തമാക്കാനായി കൊലപാതക പദ്ധതിയിട്ടത്. പ്രതികൾ മാസ്ക് ധരിച്ച് ലിഫ്റ്റിനു പകരം പടികൾ കയറി 6-ാം നിലയിലെ ഫ്ളാറ്റിലെത്തി. മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ കുട്ടിയെയും ഒപ്പം കൂട്ടി. സൗഹൃദം നടിച്ച് വീടിനുള്ളിൽ പ്രവേശിച്ച ഇവർ ക്രൂരമായി ദേവോസ്മിതയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഫ്ളാറ്റിലേക്ക് ഇവർ പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ CCTV-യിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊലപാതകത്തിനു ശേഷം വസ്ത്രം മാറി 30 മിനിറ്റിനുള്ളിൽ പ്രതികൾ മടങ്ങിയെത്തുകയും താഴെ കാത്തുനിന്ന കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. കാർ ഡ്രൈവറെ ചോദ്യം ചെയ്തതോടെയാണ് പ്രതികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം പോലീസിന് ലഭിക്കുന്നത്. നിലവിൽ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. ശിവാജി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ദേവോസ്മിത പോളിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.